ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയൊരു വീഡിയോ ഒന്നല്ല കേട്ടോ, പഴയ വീഡിയോ ആണ്. എൻ്റെ അച്ഛൻ്റെ പിറന്നാളുണ്ടായിരുന്നു. അപ്പം ഷഷ്ടിപൂർത്തിയുടെ വീഡിയോ ഉണ്ട്. അപ്പം തലേ ദിവസം രാത്രിയാണ് എൻ്റെ അനിയത്തിയാണ് കേട്ടോ ഇതിങ്ങനെ പെറുക്കി വയ്ക്കുന്നത്. പിന്നെ അന്ന് രാവിലെ ആയപ്പം നൈറ്റായിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ രാവിലെ അപ്പം നമ്മൾ ചെറുതായിട്ട് സ്റ്റേജിൽ കയറിയിട്ട് പാട്ട് പാടലും ഇതൊക്കെ. ആദ്യം പാടിയത് എൻ്റെ അമ്മയാണ്. അമ്മ നല്ലൊരു ആർട്ടിസ്റ്റാണ്, ഓട്ടംതുള്ളൽ കളിക്കും, ചെണ്ട തയമ്പൊക്കെ ഉണ്ട്. സ്റ്റേറ്റ് ലെവലൊക്കെ പോയിട്ട് പെർഫോം ചെയ്തിട്ട് പ്രൈസൊക്കെ മേടിച്ചിട്ട ആളാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വക പാട്ട്, ഇതെൻ്റെ അനിയത്തിയാണ്, അവളുടെ വക പാട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ വക പാട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ ഇല്ല. പിന്നെ ഇതെല്ലാവരും കൂടി ഇരുന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ചെറിയൊരു ഇതാണ് കേട്ടോ, ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്നത്. പിന്നെ ഇത് അന്നത്തെ രാവിലത്തെ ആക്ച്വലി പിറന്നാൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത് ഫംഗ്ഷൻ വെച്ചത് ഇത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈവനിങ് ഒരു സൺഡേ എല്ലാവർക്കും സൗകര്യപ്രദമായിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ എന്ത് നല്ല കാര്യം നടക്കുകയാണെങ്കിലും ആദ്യം നിലവിളക്ക് കൊളുത്തിയിട്ടാണ് ചെയ്യുള്ളൂ. എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും ആദ്യം നിലവിളക്ക് ഉണ്ടായിരിക്കും. അപ്പം കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏട്ടനാണ്, കസിനാണ്. അപ്പോൾ അവർ കേക്ക് അച്ഛൻ്റെ മുഖത്ത് തേക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ അടുത്തുണ്ട്. പിന്നെ അമ്മ, ഞാൻ, അനിയത്തിയുടെ മോളുണ്ട് കേട്ടോ. അവൾ നോക്കുന്നുണ്ട്. അവൾക്കൊരു കേക്ക് കിട്ടിയ സന്തോഷത്തിലാണ് അവൾ. അങ്ങനെ എല്ലാവരും അച്ഛനെ കേക്കിലൊക്കെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് പേടിയാണ് കേക്ക് തേക്കേണ്ടത്. അച്ഛന് ഭയങ്കര പേടിയാണ്. നല്ല രസമായിരുന്നു, ഫണ്ണി ഡേ ആയിരുന്നു കേട്ടോ. ഞാൻ പക്ഷേ മുഖത്തൊന്നും തേച്ചില്ല, കാരണം എല്ലാവരും തേക്കുന്നതുകൊണ്ട് അങ്ങനെ തേച്ചില്ല. ഞാൻ ഇങ്ങനെ മാറി നിന്നു. പിന്നെ അനിയത്തി ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഭയങ്കര ഹാപ്പി മൊമെൻ്റ് എന്നൊക്കെ പറയില്ല. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ തുറക്കുന്ന ഇതിലായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി അവളിങ്ങനെ അച്ഛൻ്റെ മുഖത്തുനിന്ന് കേക്കൊക്കെ തുടക്കുകയായിരുന്നു. കാരണം അവൾ കുറച്ച് എന്നെക്കാളും മെച്ചൂർഡാണ് കേട്ടോ. അവൾ ശരിക്കും പറഞ്ഞാൽ ചേച്ചിയായിട്ട് ജനിക്കേണ്ടതായിരുന്നു. അപ്പോൾ അവൾ അതൊക്കെ തുടച്ചു കൊടുത്തു. പിന്നെ ഇതെൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ്, അച്ഛൻ്റെ ചെറിയ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അവരും വന്നിട്ട് മുഖത്ത് തേക്കാൻ നോക്കുന്നുണ്ട്. അച്ഛൻ അതിന് ഭയങ്കര റെഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തു അച്ഛന്, ഒരു ബ്രേസ്ലെറ്റ്. അപ്പോൾ അത് കെട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വെച്ചു. പക്ഷെ ഞാൻ അപ്പോൾ തന്നെ അച്ഛനെ കൊണ്ട് കെട്ടിച്ചു. പിന്നെ അനിയത്തി അവളുടെ വക റിങ്ങായിരുന്നു ഗിഫ്റ്റ്. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. അപ്പോൾ അച്ഛൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അച്ഛൻ അതൊക്കെ ബാക്കിലൊക്കെ വെച്ചു. പിന്നെ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ഈ മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ അത്. അങ്ങനെയായി. പിന്നെ നമ്മൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളെ വീട്ടിലെല്ലാവരുടെയും അയൽപ്പക്കത്തെ എല്ലാവരുടെയും ഒരു ഡാൻസും പാട്ടൊക്കെ ഉണ്ടാവും. നമ്മളൊരു ടൗണിലൊന്നല്ല കേട്ടോ. അപ്പം അടുത്ത വീട്ടിലെ പിള്ളേരൊക്കെ വന്ന് ഡാൻസ് ചെയ്യും. അങ്ങനെ കുറേ പിള്ളേരുണ്ടായിരുന്നു. പിന്നെ ഇത് എല്ലാം കഴിഞ്ഞ് കലാശക്കൊട്ടായിരുന്നു. എല്ലാവരും പോയതിന് ശേഷം നമ്മൾ വെറുതെ പാട്ട് വെച്ച് തുള്ളി കളിക്കുമായിരുന്നു. എൻ്റെ അമ്മയുണ്ട് അവിടെ. അമ്മ ഇതിലൊക്കെ ഭയങ്കര വൈബാണ്. അപ്പോൾ അമ്മ തുള്ളി കളിക്കുന്നത്, ഞാനും അവിടെ തുള്ളി കളിക്കുന്നുണ്ട്. ഈ വീഡിയോ വല്ലാതെ ക്ലിയർ ഉണ്ടാവില്ല, കാരണം നമ്മൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ഒന്നും അല്ല. ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിനൊക്കെ മുൻപ് വെറുതെ നമുക്കൊരു മെമ്മറീസ് ആയിക്കൊള്ളു വെച്ചിട്ട് വെറുതെ എടുത്ത് വെച്ച വീഡിയോ ആണ്. പക്ഷേ ഇപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ നാട്ടിലൊന്നും ഇല്ലാത്ത സമയമില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. ഇങ്ങനത്തെ ഇതൊന്നും പിന്നെ നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ അന്ന് ശരിക്കും പറഞ്ഞാൽ. അപ്പം നാട്ടിലും കൂടി അല്ലാത്ത സമയത്ത് നമുക്കിങ്ങനെ തോന്നും, അയ്യോ ഇത് നാട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഇതുപോലെ തന്നെ ജോളിയായിട്ടിരിക്കുമല്ലോ എന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അച്ഛനും തന്നെ നമ്മൾ ഞാൻ ജനിച്ചിട്ട് ഇതുവരെ അച്ഛൻ്റെതായിട്ടുള്ളൊരു ഫങ്ഷൻസും നമ്മളിങ്ങനെ ആർഭാടമായി സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. കാരണം അച്ഛൻ എപ്പോഴും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ഞങ്ങൾ രണ്ടുപേരുടെയും അതുപോലെ അമ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കാനാണ് പറയുക. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അച്ഛന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അത്ര ഉള്ളത്തെ വീഡിയോ. ടാറ്റാ.